അപ്പം ഞങ്ങളുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. ബെന്നീഷ് സാമ്പിൾ നോക്കട്ടെ. ഉണ്ട് കേട്ടാ, പഴം കഴിച്ചു. ഞാൻ കഴിക്കാം. പൊളി ആയിട്ടുണ്ട്. തല കേട്ടോ, വേണ്ട കഴിച്ചു. തിന്നു നോക്കൂ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞങ്ങൾ ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കാൻ പോവാണ്. ആരാണ് ഉണ്ടാക്കണത്? ഏകദേശം കണ്ടിരുന്നു കേട്ടോ. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞങ്ങൾ തിരിച്ചെടുക്കാം. ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല, ഫസ്റ്റ് ടൈമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ആദ്യം ഓൺ ചെയ്യാം കേട്ടോ. കറണ്ട് അടുപ്പാണ് കേട്ടോ. അപ്പോൾ കറണ്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ശർക്കര പാനി ഒഴിക്കാം കേട്ടോ. പറഞ്ഞു താമച്ചി ചൂടാവുമ്പോഴേക്കും ഇതേ ഒഴിക്കാം കേട്ടോ. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്, ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ ചൂടാക്കാം. ചൂടാക്കിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ തന്നെ അട കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇടാം. പിന്നെ ഇത് ചവ്വരി കേട്ടോ, ചവ്വരിയും നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കശുവണ്ടിപ്പരിപ്പുണ്ട്, ഞങ്ങൾ പകുതി കഴിച്ച് തീർത്തതാട്ടോ. അപ്പോൾ ശർക്കര ലായനി തിളച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് വേവിച്ച് വെച്ച അട ഇടാം കേട്ടോ. ഇളക്കിക്കൊണ്ടിരുന്നത് ഇതിങ്ങനെ വെന്ത് പോയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്, പിടിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. എന്നാലും സാരമില്ല അല്ലേ, അമ്മയല്ല നമുക്കതിനെ ചോദിച്ചാൽ മതി. അതെ, ഞങ്ങൾ തന്നെ കഴിക്കാതിനുണ്ടായി, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുമ്പം ഇത് ഫുൾ ഇടണം കേട്ടോ. അപ്പം ഇങ്ങനെ ഇളക്കണം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ ഇളക്കി കുളം ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് 1-ാം പാൽ അല്ലെ 2-ാമത്തെ പാല് ചേർക്കണം കേട്ടോ. ഇതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചതാണ്. ഇത് 2-ാം പാല്, ഇത് 1-ാം പാല്. അപ്പം ഇത് ഏകദേശം ഒന്ന് റെഡിയായിട്ട് മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. കുറച്ച് വറ്റണം അല്ലേ അമ്മച്ചി? ഇത് തിളച്ചിട്ടുണ്ട്. തിളയ്ക്കുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചവ്വരി വേവിച്ചതിടാം കേട്ടോ. നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതിടാം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും അല്ലേ. 2 പേർക്കും ടെൻഷനുണ്ട്. ശരിയാക്കിയിട്ട് രക്ഷപ്പെട്ടു. ഇതിട്ടിട്ട് നന്നായിട്ട് ഇളക്കാം കേട്ടോ. എങ്ങനെയുണ്ട് കളറൊക്കെ? എങ്ങനെയുണ്ട് അമ്മച്ചി? കളറിന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പറയാം. നല്ല കളറുള്ള ശർക്കരയാണെന്ന് തോന്നുന്നു, നല്ല ഡാർക്കായിട്ടുണ്ട്. പാലൊഴിക്കുമ്പോൾ വ്യത്യാസം വരും. അപ്പം ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വറ്റട്ടെ കേട്ടോ. 2-ാം പാൽ ഒഴിക്കാനുള്ള സമയമായി. ഒഴിക്കുന്നതാരെ? അപ്പം ഇതാണ് 2-ാം പാല്, നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മീതെല്ലാം മീതെല്ലാം കുറച്ചങ്ങോട്ട് പോട്ടെ. ആ താഴ്ത്ത് വന്നത് മേലെ വെച്ച് പായസത്തിന് എന്തോ കളറല്ലേ. അപ്പം 2-ാം പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പിടാം കേട്ടോ. 1 നുള്ള് ഉപ്പിട്ടിട്ട് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ ചുക്ക് പൊടിച്ചും കൂടെ ഇടാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഏലക്ക പൊടിച്ചിടുന്നത്. ഇപ്പോൾ ഏലക്ക പൊടിച്ചത്, പിന്നെ കുറച്ച് ചുക്ക് പൊടിച്ചത് പോരെ, ചുക്ക് പൊടിച്ചിട്ടോ. ഇതിങ്ങനെ നന്നായിട്ട് ഇളക്കണം. നല്ല കളറല്ലേ. തീ ഓഫ് ചെയ്തേക്കുമായിരുന്നു, അപ്പോൾ തീ ഒന്ന് ഓൺ ചെയ്യാം. ഇളക്കിയിട്ട് നമുക്ക് 1-ാം പാൽ ഒഴിക്കണം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ ഒഴിച്ചാൽ മതി അമ്മച്ചി. ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം നമുക്കിത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1-ാം പാൽ ഒഴിക്കാം കേട്ടോ. കുറച്ച് നീതൽ ഒഴിച്ചാൽ 1-ാം പാൽ ഒഴിച്ചു. പായസത്തിൻ്റെ അടിയിലത്തതേ എന്തെങ്കിലും ചവറുണ്ടാവും. ചവര് അരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓക്കെ,
അപ്പോൾ പായസം പോലൊക്കെ തോന്നില്ലേ? ആ പായസം പോലെ വന്നിട്ടുണ്ട്. നല്ല കളർ കുറച്ച് കൂടുതലായി പോയി അല്ലേ ശർക്കരയുടെ. അപ്പോൾ ഇതിങ്ങനെ ഇനിയിപ്പം തിളയ്ക്കണ്ട കേട്ടോ, ഇങ്ങനെ ചൂടായാൽ മതി. അപ്പോൾ അതിലേക്ക് നമുക്ക് ദേ കശുവണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ് അതിടാം കേട്ടോ. ഇതാണേ എൻ്റെ കണക്കിൽ എങ്ങനെയാണെന്നറിയാ, ആ തേങ്ങാപ്പാലിട്ട് തിളക്കണം, തിളച്ച് നല്ലത് പറ്റിയിട്ട് എണ്ണ തിരിയും. എണ്ണ തിരിയതിന് ശേഷം ഇറക്കി വെക്കണം. എത്ര ദിവസം ഇരുന്നാലും ആ പായസം ചീത്തയാവില്ല. ആ ഇങ്ങനെയൊക്കെ ശരിയാക്കിയ പായസം അപ്പോൾ ചീത്തയാകും. ഞങ്ങളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം. ബെന്നീഷന് സാമ്പിൾ നോക്കട്ടെ. അപ്പം ഞങ്ങൾ ഇലയിൽ ഒഴിച്ച് പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കാട്ടാ. അപ്പോൾ അടപ്രഥമൻ വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് തണുക്കാൻ വേണ്ടി വെച്ചിട്ടാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നേക്കണേ കേട്ടാ. തുറന്നു നോക്കിയേ, ആ സെറ്റായല്ലേ? സെറ്റായി. എവിടെ ചോദിച്ചോ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം പായസം കഴിക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കണേട്ടാ താര. ആദ്യമായിട്ട് ഉണ്ടാക്കിയ അപ്പോൾ വാഴല പറമ്പിൽ പോയി വെട്ടിയതാണ്, വാഴയിലേക്ക് ഇട്ടോ. അപ്പോൾ അമ്മച്ചി ഞാനോട് ആദ്യം കഴിക്കാൻ പോണത്. താര കഴിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല കേട്ടോ, കഴിക്കണം. അമ്മച്ചിക്ക്. ആ അമ്മച്ചി കുറച്ച് എനിക്ക് വിടാം. നമുക്ക് അതിന്റെ കൂടെ പഴം, പഴം, കുഞ്ഞിപ്പഴമാണ് കേട്ടോ. നാലിപ്പൂവൻ, പപ്പടം. രണ്ട് പപ്പടം വെച്ചിട്ട് ഒരു പഴം എനിക്ക് വിളിക്കാം. സൗണ്ട് കേട്ടാ? പഴം കഴിച്ചു. ഒന്നും കൂടി ഏതാ അമ്മച്ചി കഴിച്ചിട്ട്? എല്ലാവരും കുഴക്കത് മണമാട്ടി വരയ്ക്കണല്ലേ. തലയും കേട്ടോ, വേണ്ട കഴിച്ചു. തിന്നു നോക്കൂ. ഏണ്ട് അമ്മച്ചിക്ക് ഇനി അമ്മച്ചി ഒറ്റ കഴിക്കണുണ്ടായി പാരി കൊടുത്തിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ട് അമ്മച്ചി? അല്ല ഞാൻ കഴിക്കാം. പൊളി ഇട്ടിട്ട് ഒരു പഴവും കൂടെ, ഒരു പഴവും കൂടി മതി. ഞാൻ കുറച്ചും കൂടി തിന്നു വേണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഓണമൊക്കെ അല്ലേ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. ചില കുറ്റങ്ങളും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾ ഇത് ഉണ്ടാക്കി പഠിക്കണേ ഉള്ളൂ. ഇത് ഓണത്തിനപ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാക്കാല്ല പറഞ്ഞു. അപ്പം കുറച്ച് തെറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, നീങ്ങി അങ്ങോട്ട്. എന്നാൽ ഞങ്ങൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.